ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിൽ വികസനവും ഇത്തവണ പ്രധാന ചർച്ചയാകും. ദേശീയപാത വികസനം, അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ നവീകരണം എന്നിവയാണ് പ്രധാന നേട്ടമായി കെ മുരളീധരൻ എം പി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ എടുത്തു പറയത്തക്ക ഒരു വികസന പദ്ധതിയും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ എം പിക്കായില്ലെന്ന് LDF പറയുന്നു. 5 വർഷത്തെ എം പിയുടെ പ്രവർത്തനവും മണ്ഡല വികസനവും വടകരയിൽ സജീവ ചർച്ചയാക്കാനാണ് LDF നീക്കം. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം ഇതുകൂടി ചർച്ചയായാൽ നേട്ടം കൊയ്യാമെന്നാണ് ഇടതു കണക്കുകൂട്ടൽ. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായം കൂടി ഉൾപ്പെടുത്തി കേരളമാകെ നടക്കുന്ന ദേശീയപാതാ വികസനം, അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ നവീകരണം എന്നിവയാണ് കെ മുരളീധരൻ ഉയർത്തിക്കാട്ടുന്ന വികസന പ്രവർത്തനങ്ങൾ. സാധാരണ ലഭിക്കാറുള്ള 25 കോടിയിൽ 18 കോടിയാണ് 5 വർഷത്തിനിടെ MP ഫണ്ടായി കിട്ടിയതെന്ന് മുരളീധരൻ പറഞ്ഞു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ പരിമിതിയുണ്ടെന്ന വാദവും കെ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നു. റെയിൽവേയുടെ കാര്യത്തിൽ പക്ഷേ ഭാഗ്യവശാൽ ഈ അമൃത് പദ്ധതി വന്നപ്പോൾ അത് വടകര നിയോജകമണ്ഡലത്തിൽ വടകരയിലും തലശ്ശേരിയിലും മാഹിയിലും ആ പദ്ധതി പ്രകാരം ഉള്ള ഡെവലപ്മെൻറ്റ് വർക്കുകൾ ആരംഭിച്ചു. പിന്നെ MP ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രവർത്തനത്തിന് ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും കുറേയൊക്കെ അതിനെ കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എടുത്തു പറയത്തക്ക ഒരു വികസന പദ്ധതിയും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ MPക്ക് ആയില്ലെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രധാന പരാതി. 5 വർഷത്തിനിടെ എന്ത് വികസന പ്രവർത്തനമാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയതെന്ന് MP ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഒന്ന് ഈ 5 വർഷക്കാലത്തിനിടയിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെയും എടുത്തു കാണിക്കാനില്ല. മാത്രമല്ല MP ഫണ്ട്, ആ MP ഫണ്ടിൻ്റെ വിനിയോഗം എങ്ങനെയാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് എവിടെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാവണം, ജനങ്ങളോട് പറയാൻ തയ്യാറാവണം. ലോക്സഭാ ചർച്ചകളിൽ മുരളീധരന്റെ പ്രാതിനിധ്യം സംസ്ഥാന ശരാശരിക്ക് താഴെയാണ്. 77.1. 271 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിച്ചിട്ടില്ല. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സംസ്ഥാന സർക്കാർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളാവും LDF പ്രധാനമായും ഉയർത്തിക്കാട്ടുക. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സജീവ ചർച്ചയാകുമെന്നുറപ്പായ വടകരയിൽ ഇതിൻ്റെ അവസാനവട്ട കണക്കെടുപ്പിലാണ് ഇടത് വലത് മുന്നണികൾ. വടകരയിൽ നിന്നും AK ലതീഷ്.